Hello friends, Assalamu alaikum. Welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്തതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും ഇല്ലെങ്കിൽ 4 മണിക്കൊരു കട്ടൻ ചായയുടെ കൂടെ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചക്ക ഉള്ളവരാണെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ല സ്പൈസി ആയിട്ടുള്ള ഈ ചക്ക വറുത്തത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇളം ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം മൂപ്പെത്താത്ത ചക്കയും അതിൻ്റെ കുരുവുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ചക്ക നമുക്ക് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ചക്ക വറുക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഇളം ചക്ക തന്നെ എടുക്കാൻ നോക്കുക. അധികം മൂപ്പെത്തിയ ചക്കയാണെങ്കിൽ നമ്മൾ കുരു യൂസ് ചെയ്യാതെ ചുള മാത്രം എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ കുരു കൂടി ചേർക്കുമ്പോൾ നമുക്ക് വിചാരിച്ചത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അധികം മൂക്കാത്ത ചക്കയാണെങ്കിൽ കുരുവും അതുപോലെ ചുളയും ഇതുപോലെ യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാൻ മുഴുവൻ ചക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് കുരുവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. വളരെ തിന്നായിട്ട് വേണം ഈ കുരു കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇത് മൂക്കാത്ത കുരു ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. എങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ നമുക്ക് ഈ കുരുവും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മുഴുവൻ കുരുവും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഈ കുരുവൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുന്നത്. കഴുകിയെടുത്ത കുരുവിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഈ കുരു മുങ്ങാൻ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. രണ്ട് മിനിറ്റിന് ശേഷം ഇതൊരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇതിൽ വെള്ളം പൂർണ്ണമായിട്ടും വറ്റിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചക്കയുടെ ചുള ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവൻ ചക്കയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല എരിവ് കൂടിയ പച്ചമുളകാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ 2 പച്ചമുളക് മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഈ ചക്ക വറുത്തത് നല്ല സ്പൈസി ആയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചക്ക വറുത്തത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്കൊന്ന് വറുത്തൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ അല്പം വെളുത്തുള്ളി ചതച്ചതും 3 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം എല്ലാം കൂടി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വറുത്ത് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചക്കയിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഈ ചക്കയുടെ എല്ലാ വശത്തും വെളുത്തുള്ളിയും കടുകും അതുപോലെ മുളകൊക്കെ എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ഇല്ലെങ്കിൽ വൈകിട്ടൊരു കട്ടൻ ചായയുടെ കൂടെ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഡിഷ് തന്നെയാണ്. അപ്പോൾ ചക്ക ഉള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചോറിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്കൊരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കാം. ഇതിനു മുമ്പ് ഒരു ചക്ക ചിപ്സിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതുകൂടി ഒന്ന് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.